എല്ലാവർക്കും ഈ പുസ്തക ചർച്ചാ പരിപാടിയിലേക്ക് സ്വാഗതം. ഫിംഗർ ബുക്സ് പ്രസിദ്ധീകരിച്ച ഡോക്ടർ മിനി പ്രസാദ് രചിച്ച ഏകാഗിനികളുടെ വഴിത്താരകൾ എന്ന പുസ്തകത്തെക്കുറിച്ചാണ് ഈ വേദിയിൽ ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം പങ്കെടുക്കുന്നത് പ്രശസ്ത നോവലിസ്റ്റ് സലിൻ മാങ്കുഴിയാണ്. അദ്ദേഹത്തിൻ്റെ ആനന്ദലീല എന്ന പുതിയ നോവല് അടുത്ത കാലത്ത് വായനക്കാരെ ഏറെ ആകർഷിക്കുകയും ഏറെ വ്യത്യസ്തമായൊരു വിഷയം പ്രതിപാദിക്കുകയും ചെയ്ത പുസ്തകമാണ്. ശ്രീനാരായണ ഗുരുവും കുമാരനാശാനും തമ്മിലുള്ള ബന്ധവും ആയൊരു വിഷയത്തെ അധികരിച്ചുകൊണ്ട് മലയാളത്തിൽ എഴുതപ്പെട്ട ഏറ്റവും ശ്രേഷ്ഠമായ പുസ്തകമാണ് സലിൻ മാങ്കുഴിയുടെ ഏറ്റവും പുതിയ പുസ്തകമായ ആനന്ദലീല. ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം പങ്കെടുക്കുന്നത് ഗ്രന്ഥകാരിയും അധ്യാപികയും സാമൂഹിക മേഖലയിൽ തൻ്റെതായ വ്യക്തിത്വം അടയാളപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഡോക്ടർ മിനി പ്രസാദാണ്. നിരവധി പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. ഡോക്ടർ മിനി പ്രസാദിനെയും ഈ ചർച്ചയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മലയാള നോവലിലെ പുതുവഴികൾ എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കിയാണ് നാം ഈ പുസ്തകം ചർച്ച ചെയ്യുന്നത്. നമുക്ക് മലയാളത്തിലെ നോവലിനെ സംബന്ധിച്ചിട്ട് വ്യത്യസ്തമായ ഭാവുകത്വം ഓരോ കാലഘട്ടത്തിലും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പുതിയ നാളുകളിലേക്ക് വരുമ്പോൾ നിരവധി എഴുത്തുകാർ വളരെ സവിശേഷമായ വിഷയത്തെ അധികരിച്ചുകൊണ്ട് തങ്ങളുടെ സർഗസാധന അടയാളപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ മേഖലയിലെ 13 എഴുത്തുകാരികളുടെ നോവലുകളെ വിശകലനം ചെയ്യുന്ന, വളരെ മനോഹരമായ രീതിയിൽ വായിച്ചെടുക്കുന്ന ഒരു പുസ്തകമാണ് ഡോക്ടർ മിനി പ്രസാദിൻ്റെ ഏകാഗിനികളുടെ വഴിത്താരകൾ എന്ന കൃതി. അതുകൊണ്ട് തന്നെ ഈ പുസ്തകം നമ്മുടെ നോവൽ വായനയിൽ മാത്രമല്ല മലയാളം നിരൂപണ മേഖലയിലും വലിയ പ്രാധാന്യം അർഹിക്കുന്നതാണ്. നമുക്ക് നമ്മുടെ അതിഥി കൂടിയായ സലിൻ മാങ്കുഴിയിൽ നിന്ന് തുടങ്ങാം. താങ്കളെ മലയാളത്തിലെ ഏറ്റവും പുതിയ തലമുറയിലെ നോവലിസ്റ്റ് എന്ന നിലയിൽ വിഷയ സ്വീകരണത്തിലെ മലയാള നോവൽ വന്നിരിക്കുന്ന പുതുവഴികളെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? നമസ്കാരം. ലോകത്തുള്ള പ്രധാന സാഹിത്യശാഖ എന്നുള്ള നിലയിൽ നിരന്തരം പരീക്ഷണങ്ങൾക്ക് വിധേയമാകുന്ന ഒന്നാണ് നോവൽ സാഹിത്യശാഖ. സ്വാഭാവികമായിട്ടും ലോകത്ത് നടക്കുന്ന, സാഹിത്യത്തിൽ സംഭവിക്കുന്ന ചെറിയ ചലനങ്ങളെപ്പോലും അപ്പപ്പോൾ അടയാളപ്പെടുത്താൻ പ്രാപ്തിയുള്ളൊരു വായന, എഴുത്ത് സംസ്കാരം നമുക്കുണ്ട്. നമ്മുടെ നോവൽ ശാഖയുടെ ആരംഭകാലം മുതൽ തന്നെ ആദ്യ നോവലുകൾ തന്നെ അതിൻ്റെ ചരിത്ര പ്രാധാന്യം എന്ന് പറയുന്നത് ആദ്യമായി ഉണ്ടായ നോവൽ എന്നതിനേക്കാൾ ഉപരി ഇന്നും നിലനിൽക്കുന്നതിനുള്ള ത്രാണിയും പ്രാപ്തിയും ക്രാഫ്റ്റും കരുത്തുമുള്ള നോവലുകൾ എന്നുള്ള നിലയിലാണ് ഇന്ദുലേഖ, അത് കഴിഞ്ഞു വന്ന CV-യുടെ കൃതികളൊക്കെ തലയെടുപ്പോടെ നിൽക്കുന്നത്. CV-യുടെ കൃതികളിൽ നിന്ന് ആരംഭിച്ച ഒരു വലിയ പാരമ്പര്യം നമുക്കുള്ളത് കൊണ്ടാണ് നോവലിനെ അത് അത്രയും ഗൗരവത്തോടു കൂടി പിന്നീട് വന്ന എഴുത്തുകാരൊക്കെ കണ്ടത്. ആദ്യകാലത്ത് സാമൂഹിക ജീവിതം പ്രധാനമായും നോവൽ അടയാളപ്പെടുത്തിയിരുന്നുവെങ്കിൽ സാമൂഹിക ജീവിതത്തിൽ നിന്ന് വ്യക്തിയുടെ ഉള്ളറകളിലേക്ക് നോവൽ സഞ്ചരിക്കുന്നത് വ്യക്തമായി അടയാളപ്പെടുത്താൻ കഴിയുന്ന തരത്തിലാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു ചർച്ചയിൽ പറയുന്നത്, ഇപ്പോൾ നാലുകെട്ടും ഉമ്മാച്ചുവും ചെമ്മീനും പോലെയുള്ള നോവലുകൾ മലയാളത്തിൽ വന്നപ്പോൾ അതുവരെ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന വീക്ഷണം, എഴുത്തുകാരൻ്റെ അവതരണ രീതിയും സമീപന രീതിയും പാടെ മാറുകയും പുതിയ തരത്തിലേക്ക് നോവൽ സംവദിക്കണമെന്ന് എഴുത്തുകാർ തീരുമാനിക്കുകയും ചെയ്തു. അത് സ്വാഭാവികമായിട്ടും തകഴിയെപ്പോലെയുള്ളവർക്കൊക്കെ അന്ന് വിദേശ സാഹിത്യവുമായിട്ടുണ്ടായിരുന്ന മോപ്പസാങ്ങുമായി നിരന്തരമായി അദ്ദേഹത്തെ ബന്ധപ്പെടുത്തി പറയുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന് വിദേശ സാഹിത്യത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള അവബോധം ഉണ്ടായിരുന്നത് കൊണ്ടാണ് ലോകത്തും വരുന്ന മാറ്റങ്ങളെ മലയാളിക്ക് അടയാളപ്പെടുത്താൻ സാധിക്കുന്നത്. CV-യുടെ കൃതികൾക്കും അത്തരത്തിലുള്ളൊരു ലോക സാഹിത്യ ബന്ധം നമ്മൾ അവരോധിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഈ CV-ക്ക് എഴുതാൻ പ്രേരണയായ
ചരിത്ര നോവലിനേക്കാളും തലയെടുപ്പും കരുത്തും വലുപ്പവും എല്ലാം ഉള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ നോവൽ മാർത്താണ്ഡവർമ്മ. അപ്പോൾ അങ്ങനെ തുടർന്ന് വരുന്നത് കൊണ്ട് ഗൗരവത്തിൽ തന്നെ നോവലും ചെറുകഥയും സ്വാഭാവികമായിട്ട് ഗൗരവത്തിൽ തന്നെയാണ് വരുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ പറയട്ടെ, ആശാനെ പോലുള്ള മഹാകവികൾ മലയാളത്തിലുണ്ടായിരുന്നതുകൊണ്ട് നമ്മുടെ കാവ്യശാഖയുടെ ശക്തി ലോകത്തിനെ മറികടക്കുന്നതാണ്. ആശാൻ അന്ന് എഴുതുന്ന സമയത്ത് അദ്ദേഹം സ്വന്തം കൃതിയായ ചിന്താവിഷ്ടയായ സീതയെ വിലയിരുത്തിയത് എൻ്റെ കൃതി വായിക്കുന്നതിന് വേണ്ടി ലോകമെമ്പാടുമുള്ള മനുഷ്യർ മലയാളം പഠിക്കുമെന്നുള്ള ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്ന കവിയാണ് കുമാരനാശാൻ. അപ്പോൾ കവിതയുടെ രൂപത്തിലും അവതരണ രീതിയിലും സമീപന രീതിയിലുമൊക്കെ നമുക്ക് ആ കാര്യം കൊണ്ട് തന്നെ ആദ്യകാലം മുതലേ വലിയ ശക്തി പ്രകടിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ കവിതയുടെ കാര്യം ഒപ്പം പറഞ്ഞത്, നമ്മുടെ സാഹിത്യത്തിലെ വിവിധ ശാഖകൾ പരസ്പരം പഠിക്കുകയും സംവദിക്കുകയും സ്വീകരിക്കുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് ഏതെങ്കിലും ഒരു ശാഖ ശക്തിയോടുകൂടി നിലയുറപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സാഹിത്യത്തിലുള്ള എല്ലാ തരത്തിലുള്ള പ്രവണതകളും അനുബന്ധമായി പുതിയ രീതികളെ സ്വീകരിക്കുന്ന ഒരു പ്രവണത ഉണ്ട്. അതുകൊണ്ട് തന്നെ മലയാളിക്ക് താരതമ്യേന ഇന്ത്യൻ മറ്റ് ഭാഷകളുമായി താരതമ്യം ചെയ്യുമ്പോൾ അഭിമാനിക്കാൻ പറ്റുന്ന തരത്തിലുള്ള നിരവധി കൃതികളും നിരവധി പ്രവണതകളും എല്ലാത്തിനുപരി കാലാനുസൃതമായ മാറ്റം ഉൾക്കൊള്ളുന്നതിനൊക്കെ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് വരുന്നത്, ഇപ്പോൾ പുതിയ കാലത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ശ്രദ്ധേയമായ നോവലുകൾ വന്ന വർഷമാണ് കഴിഞ്ഞ വർഷം. കഴിഞ്ഞ വർഷം ഉൾപ്പെടെ കഴിഞ്ഞ 5 വർഷം നോക്കുകയാണെങ്കിൽ ഒരുപാട് പുതിയ നോവൽ, പുതിയ എഴുത്തുകാർ വരുന്നു. പുതിയ എഴുത്തുകാർ വന്നതുകൊണ്ട് ഒരു സാഹിത്യം ആഘോഷിക്കപ്പെടണമെന്നോ സന്തോഷിക്കണമെന്നോ അർത്ഥമില്ല. നിരവധി പുതിയ പുസ്തകങ്ങൾ വരുന്നുണ്ട്. 250-ൽ പരം പുസ്തകങ്ങൾ ഇവിടെ ഈ ഫെസ്റ്റിനോട് ബന്ധപ്പെട്ട് പ്രകാശിപ്പിച്ചു എന്നൊക്കെ മനസ്സിലാക്കുന്നു. പുതിയ പുസ്തകങ്ങൾ ഒരുപാടുണ്ടാകുന്നതോ പുതിയ എഴുത്തുകാർ ഒരുപാടുണ്ടാകുന്നത് ഒരു സാഹിത്യശാഖയ്ക്കോ അല്ലെങ്കിൽ ഒരു ഭാഷയ്ക്ക് അഭിമാനിക്കാൻ പറ്റുന്നത് കാര്യമല്ല. അതിൽ പ്രസാധകർ ആവശ്യം പോലെ ഉള്ളത് കൊണ്ട് ഉണ്ടായി പോകുന്നതാണ്. പക്ഷേ പുതിയ എഴുത്ത് എന്ന് പറയുന്ന, പുതിയ എഴുത്തുകാരും പുതിയ എഴുത്തും രണ്ടായി തന്നെ കാണാം. പുതിയ എഴുത്താണ് മലയാളത്തിൽ അത്ഭുതകരമായി സംഭവിക്കുന്നത്. പുതിയ തരത്തിൽ ഓരോന്നിനും ഇപ്പോൾ പുരാണ കഥകളെ അധികരിച്ച് ഒരുപാട് പുസ്തകങ്ങൾ വന്നിട്ടുണ്ട്. ഇന്ത്യയിലാകമാനം ഒരുപക്ഷെ പുരാണ മഹാഭാരതത്തെയൊക്കെ അധികരിച്ച് വന്നിട്ടുള്ള പുസ്തകങ്ങളുടെ എണ്ണം എടുക്കുകയാണെങ്കിൽ വളരെ അധികമുണ്ട്. അത് ഇനിയും അതിൽ ഉണ്ടാകും. ഇനി ഉണ്ടാകുന്നതിനകത്തും പുതുമയുണ്ടാകും. ആ പുതുമ എന്ന് പറയുന്നത് ഏറ്റവും നന്നായി വിറ്റുപോകുന്നതിനും വായിക്കുന്നതിനും സഹായിക്കുന്ന തരത്തിലുള്ള പുതുമയോടുകൂടി അവതരിപ്പിക്കാൻ സാധിക്കുമെന്ന് ആത്രേയകം എന്ന് പറയുന്ന ഏറ്റവും പുതിയ നോവൽ, അത് രാജശ്രീയുടെ ആ നോവലിൽ ആത്രേയകം എന്ന് പറയുന്നത് കാടിൻ്റെ ഉള്ളിലുള്ളൊരു പ്രദേശമാണ്. മഹാഭാരതത്തിലെ സ്ത്രീ കഥാപാത്രങ്ങളെ നമ്മൾ ഇതുവരെ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പുതിയ കാലത്തിലെ സ്ത്രീ കാണുന്നത് എങ്ങനെയെന്നതിനെ വ്യാഖ്യാനിക്കാൻ പറ്റും. എങ്ങനെയെന്നാണ് അത് അവതരിപ്പിച്ചിരിക്കുന്നത്. പഴയ കാലത്ത് മഹാഭാരത കാലത്ത് മഹാഭാരത കഥയിൽ ജീവിച്ച് മൺമറഞ്ഞ, അല്ലെങ്കിൽ അവർ മൺമറഞ്ഞിട്ടില്ലല്ലോ, ജീവിച്ച കഥാപാത്രങ്ങൾ ഇന്നത്തെ പുതിയ സാമൂഹിക സാഹചര്യത്തിൽ ഒരു കോളേജ് അധ്യാപിക കൂടിയായ വിദ്യാസമ്പന്നയായ എഴുത്തുകാരിയായ ഒരാൾ എങ്ങനെയാണ് നൂറ്റാണ്ടിന് മുമ്പ് സംഭവിച്ച ഒരു കഥയെ ഇന്ന് വ്യാഖ്യാനിക്കുന്നത് എന്നുള്ള തരത്തിൽ ആ പുസ്തകത്തെ വായിക്കുകയും ചെയ്യാം. ആ പുസ്തകത്തിൻ്റെ ആ പുസ്തകത്തിൻ്റെ പഠനം ഏകാകിനികളുടെ വഴിത്താരകൾ എന്ന ഡോക്ടർ മിനിപ്രസാദിൻ്റെ ഈ ലേഖന സമാഹാരത്തിലുണ്ട്. ആ പുസ്തകം എങ്ങനെയാണ് യഥാർത്ഥത്തിൽ രണ്ടർത്ഥത്തിൽ അതിനെ വായിക്കാം. ഏറ്റവും അധികം വിൽക്കപ്പെടുന്നൊരു പുസ്തകമാണ്. ആ പുസ്തകം ഏറ്റവും അധികം വിൽക്കപ്പെടുന്നതിനോടൊപ്പം തന്നെ ഏറ്റവും അധികം നിരൂപക ശ്രദ്ധ കിട്ടിയെന്നതിന് റീഡബിലിറ്റി ഒരു കാലത്ത് ചിലപ്പോഴെങ്കിലും നല്ല ഗുണമല്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ റീഡബിളായ ഒന്ന്, അതിനോടൊപ്പം തന്നെ അതിനകത്ത് വളരെ ആഴത്തിലുള്ള പഠന സ്വഭാവം, മനഃശാസ്ത്രപരമായ വിശകലന സ്വഭാവത്തോടുകൂടി
മഹാഭാരത കഥാപാത്രങ്ങളെ വിലയിരുത്തുകയും അതിലെ പുരുഷനെയും സ്ത്രീയെയും ഇന്ന് എങ്ങനെയാണ് കാണുന്നതെന്ന്. നമുക്ക് ഈ എല്ലാ കാലത്തും നമ്മുടെ മുന്നിലുള്ള ചില ഇമേജുകളുണ്ട്. നമ്മുടെ മുമ്പേ നടന്നവർ ഉണ്ടാക്കി വച്ചിരിക്കുന്ന കെട്ടുകാഴ്ചകളെപ്പോലെ അവതരിപ്പിച്ചു വച്ചിരിക്കുന്ന നിരവധിയായ ബിംബങ്ങളുണ്ട്, കഥാപാത്രങ്ങളുണ്ട്. ഈ ബിംബവൽക്കരിക്കപ്പെട്ട കഥാപാത്രങ്ങൾ ആരാധനാമൂർത്തിയാകുന്ന ഒരു വസ്തുതയുണ്ട്. അപ്പം അത്തരത്തിൽ ആരാധനാമൂർത്തിയായി പോകും. ഏറ്റവും ഇപ്പോൾ തെറ്റാണെങ്കിൽ പോലും നമുക്ക് വേറൊരു തരത്തിൽ കുറച്ച് അഭിമാനത്തോടെ ഇന്ത്യക്കാർക്ക് പറയാൻ പറ്റും. ഇപ്പം രാമൻ എന്ന് പറയുന്നത് എന്താ, അതെ അതെ രാമൻ എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും വലിയൊരു ഫിക്ഷനാണ്. ശ്രീരാമൻ ഒരു വലിയ കഥാപാത്രമാണ്. ഈ കഥാപാത്രം ഒരു ആൾ എഴുതിയുണ്ടാക്കിയ കഥാപാത്രമാണ്. അപ്പോൾ ഈ എഴുതിയുണ്ടാക്കിയ കഥാപാത്രത്തിനെ കാലാനന്തരം ഒരു രാഷ്ട്രീയ പാർട്ടി മനുഷ്യനും പുരുഷനും ദൈവവുമായി അവതരിപ്പിച്ച് അതിൻ്റെ പേരിൽ അധികാരം നേടിയെടുക്കുക എന്ന് പറഞ്ഞാൽ ലോകത്ത് പിന്നീട് ഇനി ഒരു 100 വർഷം കഴിയുമ്പോൾ പൊട്ടിച്ചിരിയോടുകൂടി ഒരു രാജ്യത്തിൻ്റെ രാഷ്ട്രീയ വീക്ഷണത്തെ വിലയിരുത്തുന്ന ഒരു സംഭവമായിട്ട് മാറും. ഒരു കഥാപാത്രത്തിൻ്റെ പേരിലൊക്കെ ഒരു രാജ്യം അധികാരത്തിലെത്തുന്ന ഒരു കോമഡിയുണ്ട്. അത് ഫിക്ഷൻ്റെ ഒരു വിജയമാണ്, രാജ്യത്തിൻ്റെ തോൽവിയാണെന്ന് നമുക്കത് പറയേണ്ടി വരും. ഞാൻ ഈ കാര്യം പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ട് തന്നെ മിനി ടീച്ചർ ഈ യാത്രേയത്തെ എങ്ങനെയാണ് സമീപിച്ചിരിക്കുന്നത്? അതുമാത്രമല്ല, ഈ പുസ്തകത്തിലെ സാറാ ജോസഫ് മുതൽ നിമ്ന വിജയൻ വരെയുള്ള ഏറ്റവും പുതുതലമുറയിലെ എഴുത്തുകാരി വരെയുള്ള ഇവരുടെ പുസ്തകങ്ങളെ വളരെ ആഴത്തിലാണ് ഡോക്ടർ മിനി പ്രസാദ് വിശകലനം ചെയ്തിരിക്കുന്നത്. ഈ ഒരു നോവൽ തിരഞ്ഞെടുക്കാൻ ടീച്ചറെ പ്രേരിപ്പിച്ച ഘടകം? സാറ ടീച്ചറുടെ നോവലിലാണ് പുസ്തകം തുടങ്ങുന്നത്. അപ്പോൾ സാറ ടീച്ചറുടെ ആദി എന്ന നോവലാണ് ഞാൻ സ്വീകരിച്ചത് പഠനത്തിന്. കാരണമുണ്ട്. വെള്ളവും സ്ത്രീയും തമ്മിലുള്ള ബന്ധം എന്താണ്? വെള്ളവും സ്ത്രീയും തമ്മിൽ സവിശേഷമായ ഒരു ബന്ധമുണ്ട്. വെള്ളം ഇല്ലാതെയാകുന്നതോടുകൂടി സ്ത്രീയുടെ ജീവിതമേ തകർന്നു പോകുന്നു എന്നത് സത്യമാണ്. നമുക്കത് അനുഭവപ്പെടില്ല, കാരണം ടാപ്പ് തിരിച്ചാൽ കേരളത്തിൽ എവിടെ ഇരുന്നാലും നമുക്ക് വെള്ളം കിട്ടും. പക്ഷേ ഈ കേരളത്തിൻ്റെ പുറത്തെ സ്ഥിതി അതല്ല. ഞാനത് വളരെ വിശദമായി പഠിച്ച ഒരു വിഷയമായിരുന്നു. 6-7 മണിക്കൂറുകൾ ഒരു കുടം വെള്ളത്തിന് വേണ്ടി നടക്കുന്ന സ്ത്രീകളുള്ള രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ആദി എന്ന നോവൽ വരുന്നത്. അതുകൊണ്ടാണ് അത് സ്വീകരിച്ചത്. പിന്നെ മറ്റൊരു നോവൽ എന്ന നിലയിൽ ഈ മലയാളത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട സ്ത്രീകളുടെ ജീവിതം, സ്ത്രീയെന്നോ പുരുഷനെന്നോ, ഒരു പക്ഷേ ശിവകാമി എന്നൊരു നോവൽ വന്നിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും അത് കണ്ടോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. ശിവകാമി എന്ന നോവൽ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ തന്നെ പെടുന്ന ദ്വിലിംഗങ്ങൾ, 2 ലിംഗവുമായി ജീവിക്കേണ്ടി വരുന്ന, സ്ത്രീ എന്നോ പുരുഷനെന്നോ നിങ്ങൾക്ക് വിളിക്കാൻ കഴിയാത്ത ഒരു ജീവിതത്തിൻ്റെ, അത് വെറും ജീവിതമല്ല, സഹതാപമല്ല. അത് എഴുതിയ ആൾ ഭയങ്കര ഒരു ആക്ടിവിസ്റ്റാണ്. അതുകൊണ്ട് തന്നെ പോരാട്ടത്തിൻ്റെ കഥയാണ്. ജാനമ കുഞ്ഞുണ്ണി എന്ന് പറയുന്ന ഒരാൾ എഴുതിയ, ഞങ്ങളുടെ നാട്ടുകാരിയായ ഒരാൾ എഴുതിയൊരു നോവലാണ്. അത് വളരെ ശ്രദ്ധ നേടിക്കൊണ്ട്, ഇപ്പോൾ ഹിന്ദു പത്രം ഈ വർഷത്തെ 5 നോവലുകൾ തിരഞ്ഞെടുത്തതിൽ ആദ്യം തിരഞ്ഞെടുത്ത നോവൽ ശിവകാമിയാണ്. 1ാം സ്ഥാനം കൊടുത്തിരിക്കുന്നത് ശിവകാമിക്കാണ്. ടൈംസ് ഓഫ് ഇന്ത്യ, ഹിന്ദു അല്ല, ടൈംസ് ഓഫ് ഇന്ത്യ. അപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യ അങ്ങനെ തിരഞ്ഞെടുക്കണമെങ്കിൽ അത് വെറുതെ ആരെങ്കിലും ചെയ്ത് തിരഞ്ഞെടുത്താലല്ലോ, നന്നായി വായിച്ച് പഠിച്ചിട്ടൊക്കെ തിരഞ്ഞെടുത്താലേ. അപ്പോൾ അങ്ങനെ ഒരു നോവലിൻ്റെ പഠനം ഇതിൽ വരുന്നുണ്ട്. ആത്രേയകം എന്നെ ആകർഷിച്ചത്, ഞാനിപ്പോൾ തുറന്നു പറയാം, നിങ്ങളൊക്കെ ആരാധിക്കുന്നത് ഒരുപക്ഷെ കല്യാണിയും ദാക്ഷാണിയും ആയിരിക്കും. എനിക്ക് സത്യം പറഞ്ഞാൽ ആ പുസ്തകം ഇഷ്ടമായതേ ഇല്ല. രാജശ്രീയോട് തന്നെ ഞാൻ തുറന്നു പറഞ്ഞാണ്. അതിൻ്റെ ഭാഷാപരമായ പ്രത്യേകതകൾ മാത്രമേ ഞാൻ ആ നോവലിൽ സ്വീകരിച്ചിരുന്നുള്ളൂ. പക്ഷേ ആത്രേയകം എനിക്കിഷ്ടമായത് അത് മഹാഭാരതത്തെ ഒരു സ്ത്രീ എങ്ങനെ പുനർവായിക്കുന്നു എന്ന തരത്തിലാണ്. നമ്മളെല്ലാവരും ഒരു പേര് പോലും ഇല്ലാതെ പരിചയപ്പെട്ട ഒരു കഥാപാത്രമാണ് ശിഖണ്ഡി. ശിഖണ്ഡി എന്ന പേരിൽ മാത്രം. ഏതാ? ഭീഷ്മരെ കൊല്ലാനായി പുനർജനിച്ച ശിഖണ്ഡി. ഇവിടെ ശിഖണ്ഡി ഇല്ല. ശിഖണ്ഡിക്ക് പേര് കൊടുത്തു നിരമിത്രൻ അഥവാ നിരമിത്ര. നിരമിത്രനും നിരമിത്രയുമായ ഒരാൾ, അങ്ങനെ ഒരാളാണ് അവിടെ പ്രത്യക്ഷപ്പെടുന്നത്. അയാൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ, തിരസ്കാരങ്ങൾ, രാജകീയ ഭരണം എങ്ങനെയാണ് അത്തരത്തിലൊരാളോട് പെരുമാറുന്നത്, രാജ്യം എങ്ങനെയാണ് അങ്ങനെ ഒരു കുഞ്ഞ് ജനിച്ചു പോയാൽ
അതിപ്പോൾ നമ്മുടെ വീട്ടിലായാലും അതെ, അങ്ങനെ ഒരു കുഞ്ഞ് ജനിച്ചു പോയാൽ എങ്ങനെയാണ് വീട്ടിൻ്റെ ഉള്ളിൽ അതിനെ അടച്ച് ആരും അറിയാതെ വളർത്താൻ നമ്മൾ ബന്ധപ്പെടുന്നത്, അല്ലെങ്കിൽ അതാണ് എന്ന് പറയാതിരിക്കുന്നത്. അത്തരത്തിലുള്ള കുറേ മനുഷ്യരോട് ജീവിച്ച ഒരാൾ കൂടിയാണ് ഞാൻ. അപ്പോൾ എനിക്കത് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ ഒരു രാജ്യം ഒരു ആളെ അങ്ങനെ മാറ്റി നിർത്തി അയാളുടെ കഥയിലൂടെ നടന്നു പോകുന്നത് ഒരു വശത്ത്, അതിനപ്പുറത്ത് അതിന് പാഞ്ചാലി എന്ന പേരൊരിക്കൽ പോലും രാജശ്രീ ഉപയോഗിച്ചിട്ടില്ല. കൃഷ്ണ എന്ന പേര് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ എന്നതുകൊണ്ട് തന്നെ എനിക്ക് രാജശ്രീയോട് ഭയങ്കര ബഹുമാനം തോന്നി. അപ്പോൾ കൃഷ്ണ, ഈ പറഞ്ഞ 5 പേർക്ക് വേണ്ടി വീതം വയ്ക്കപ്പെട്ട കൃഷ്ണ എത്രമാത്രം ഏകാന്തതയാണ് അനുഭവിച്ചത് എന്ന്. അതിനൊക്കെ അപ്പുറത്ത് ഈ 5 ഭർത്താക്കന്മാർ എങ്ങനെയാണ് അവളോട് പെരുമാറിയത്. ഞാൻ ഈ നോവൽ വായിച്ചിട്ട് പലരോടും പറഞ്ഞു, ഈ നോവൽ വായിച്ചു കഴിഞ്ഞാൽ മക്കൾ കിടക്കുമ്പോൾ പേടിയില്ലായിരിക്കാൻ അർജുനൻ ഫൽഗുനൻ എന്ന് പറയരുത്, പറയണം എന്നതുപോലും പിന്നെ ആരും പറയില്ല. കാരണം അർജുനാണ് അതിലെ ഏറ്റവും വലിയ കള്ളൻ എന്ന് യാഥാർത്ഥ്യമാണ്. അയാൾ ഒരിക്കലും കൃഷ്ണയെ, അവൾ തന്നെ പറയുന്നുണ്ട്, അയാൾ എന്നെ അയാൾ ശ്രദ്ധിച്ചതേ ഇല്ല, കറങ്ങുന്ന കിളിയിലായിരുന്നു അയാളുടെ കണ്ണ്. കാരണം അയാളെ സംബന്ധിച്ചിടത്തോളം എന്തായിരുന്നു, അയാളുടെ വീര്യം അല്ലെങ്കിൽ അയാളുടെ ആയോധന കല പുറത്തെടുക്കാൻ പറ്റിയൊരു സന്ദർഭമായിരുന്നു അത്. ആ സന്ദർഭമാണ് അയാൾ ഉപയോഗിച്ചത്. പിന്നീട് ഇവൾ ഓരോ പ്രാവശ്യം കലമ്പുമ്പോഴും ഇവളൊരു അഭയത്തിന് നോക്കുന്നുണ്ട്. അയാൾ ശ്രദ്ധിക്കുന്നേയില്ല. തൻ്റെ വില്ലിൽ തലോടിക്കൊണ്ട് ദൂരത്തേക്ക് നോക്കി നിന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ തിരിച്ചാലോചിച്ച് നോക്കൂ, MTയുടെ 2-ാം ഊഴത്തിൽ MT എഴുതിയത് ഏതാ? കൃഷ്ണയെപ്പറ്റി എഴുതിയത് മനസ്സിനെ വിദൂര ഭൂമികളിൽ അലയാൻ വിട്ട് നോക്കി നിൽക്കുന്നവൾ എന്നാണ്. ഇവിടെ തിരിച്ചാണ്. അർജുനനാണ് ഈ വില്ലിൽ തലോടിക്കൊണ്ട് ദൂരെ എവിടേക്കോ നോക്കി നിൽക്കുന്നത്. അത്രയൊക്കെ എല്ലാവരും മലയാളികളൊക്കെ വായിക്കുകയും സ്വന്തം നിഗമനങ്ങളിലെത്തുകയും ചെയ്യുന്ന ഒരു നോവലാണെന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. അങ്ങനെ പൊളിച്ചെഴുത്തുകൾ വരുന്നു മലയാളത്തിൽ. അതൊരു വലിയ സന്തോഷമുള്ള കാര്യമാണ്. ആ തരത്തിൽ ചിന്തിക്കുന്നവരുണ്ടാകുന്നു, പുതിയ പുതിയ സങ്കേതങ്ങളുണ്ടാകുന്നു എന്ന്. ഇപ്പോൾ ചരിത്രത്തെ മാറ്റി എഴുതുന്നു. അതാണ് സലിൻ്റെ എതിർവ എന്ന് പറയുന്ന നോവലിൽ ഞാൻ കണ്ടത്. ആറ്റിങ്ങൽ കലാപം എന്ന് പറയുന്ന കലാപം ചരിത്രത്തിൽ വിസ്മരിക്കപ്പെട്ട് കിടക്കുന്നു, എന്നാൽ യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ആദ്യത്തെ സ്വാതന്ത്ര്യ സമരമാണത് എന്ന് കണ്ടെടുത്തു. അതിൻ്റെ പ്രേരണാശക്തി എന്തായിരുന്നു? എതിർവ എന്ന് പറയുന്ന നോവൽ സ്വാഭാവികമായിട്ടും തിരുവിതാംകൂറിലുള്ള എല്ലാ മനുഷ്യരും കുട്ടിക്കാലത്തൊക്കെ കേട്ടിട്ടുള്ള കഥകളിൽ വില്ലന്മാരുടെ ഏറ്റവും വലിയ ഭയപ്പെടുത്തുന്ന ആളുകളാണ് 8 വീട്ടിപ്പിള്ളമാർ. അവർ എല്ലാ തരത്തിലുള്ള വില്ലന്മാരുടെ എംബോഡിമെൻ്റാണ് അവർ. അതിൻ്റെ ഒരു മൂർത്തിമത് ഭാവമാണ് ഈ 8 വീട്ടിപ്പിള്ളമാർ. അപ്പോൾ അവരെക്കുറിച്ച് പക്ഷേ പിന്നീടൊക്കെ ആലോചിക്കുകയും അന്വേഷിക്കുകയൊക്കെ ചെയ്തപ്പോൾ ചരിത്ര പുസ്തകങ്ങളിലൊന്നും അവരുടെ പേര് അത്രയും വ്യക്തമായി കൊടുത്തിട്ടില്ല. നമ്മൾ ഈ പറയുന്ന 8 വീട്ടിപ്പിള്ളമാരുടെ പേരൊരിടത്തുമില്ല. ചെറിയൻകീഴിലുള്ള 4 പിള്ളമാരും പനയറയുള്ള കുറുപ്പന്മാരുടെ പേരുമൊക്കെ മതിലകം രേഖകളിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവരെ കൊന്നതിൻ്റെ രേഖ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത്രയും പേരെ നാഗർകോവിലിനടുത്ത് വെച്ച് തൂക്കിക്കൊന്നു. കഴുവേറ്റി എന്ന് പറയുന്നത് അതിനകത്തുണ്ട്. 2 മാർത്താണ്ഡവർമ്മയാണ് ഈ തിരുവിതാംകൂറിൻ്റെ ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി എന്ന് പരക്കെ നമ്മൾ പ്രകീർത്തിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ സത്കർമ്മങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ടെങ്കിലും അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വളരെ ചെറിയ വാക്കുകൾ പറഞ്ഞാൽ ഈ സ്ത്രീകളെ പുരുഷനോട് നേരിട്ട് ഏറ്റുമുട്ടി അന്നത്തെ നീതി അനുസരിച്ച് യുദ്ധത്തിൽ ഒരാളിനെ കൊല്ലുന്നത് ക്രൈമല്ല. യുദ്ധത്തിൽ തോറ്റവനെ കൊല്ലാം. മാർത്താണ്ഡവർമ്മയ്ക്ക് മുമ്പ് കേരളത്തിൽ യുദ്ധത്തിൽ ആളുകളെ കൊല്ലുന്ന പതിവില്ലായിരുന്നു. മാർത്താണ്ഡവർമ്മയാണ് അതിന് തുടക്കം കുറിച്ചത്, കൊല്ലുന്നത്. ആ കൊല്ലൽ വ്യാപകമായതിനു ശേഷം 8 വീട്ടിപ്പിള്ളമാരെ ആകമാനം കൊന്നു. എല്ലാവരെയും കഴുകേറ്റിന് ശേഷം അവരുടെ സ്ത്രീകളെ കടപ്പുറത്ത് കൊണ്ടുപോയി ലേലം ചെയ്ത് വിറ്റു. തുറകയറ്റുക എന്ന് വെച്ചാൽ ലേലം ചെയ്ത് വിൽക്കുക എന്നാണ്. ലേലം ചെയ്ത് വെച്ചാൽ തുകയ്ക്ക് തന്നെയാണ് കൊടുക്കുന്നത്. തുക പണമുള്ള മുക്കുവർക്കാണ് കൊടുത്തത്. പണമുള്ളവർക്ക് വന്ന് ലേലം പിടിച്ചെടുക്കാം. അപ്പോൾ അതിനകത്ത് പറയുന്നുണ്ട്, പണമുള്ളവർ ഒന്നിക്കൂടുതൽ സ്ത്രീകളെ ലേലത്തിൽ പിടിക്കും. പണമില്ലാത്തവർ അതിനുമകത്തുണ്ട്. ഈ സ്ത്രീകൾക്ക് വിലയിടുന്നത് ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടികളുൾപ്പെടെ ഉണ്ട്. പ്രായം കുറഞ്ഞവർ, യുവതികൾ, മധ്യവയസ്കർ. അന്നത്തെ വൃദ്ധ എന്ന് പറയുന്ന ഇന്നത്തെ മധ്യവയസ്കർ. ഈ വൃദ്ധകൾ, പൈസ ഇല്ലാത്തൊരു വൃദ്ധകളെ ലേലം ചെയ്തെടുക്കും. പിന്നെ ഒരു
ഒന്ന് ഒരുപാട് പൈസ ഉള്ളവർ ഒരുപാട് സ്ത്രീകളെ ലേലം ചെയ്തെടുക്കുന്നത് പോലെ തന്നെ പൈസ തീരെ കുറഞ്ഞ കുറേ പേര് ചേർന്ന് ഒരു സ്ത്രീയെ ലേലം ചെയ്ത് പിടിക്കും. ഇങ്ങനെയൊക്കെ ഉള്ള ഒരു വലിയ സ്ത്രീ വിരുദ്ധമായ നടപടികൾക്ക് കളമൊരുങ്ങിയ നിലമാണ് നമ്മൾ ഈ ഇരിക്കുന്ന സ്ഥലത്തൊക്കെയാണ് ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നത്. തിരുവനന്തപുരവും പരിസര പ്രദേശത്തുമൊക്കെ അന്ന് ചോര വീണും സ്ത്രീകളുടെ നിലവിളി കൊണ്ടും വീർപ്പ് മുട്ടിയ ഒരിടമാണ്. അങ്ങനെ എത്രയോ സ്ത്രീകളെ ഒറ്റ രാത്രി കൊണ്ട് അവർ ജീവിച്ച പശ്ചാത്തലത്തിൽ നിന്നും മറ്റൊരു പശ്ചാത്തലത്തിലേക്ക് കൊണ്ട് തള്ളുന്നു. ഈ കൊണ്ടുപോകുന്ന ആളുകൾ യുദ്ധം ജയിച്ചവരാണ്. എട്ടുവെട്ടി പിള്ളമാരെ കൊന്നതിന് ശേഷം തിരുവിതാംകൂറിൽ ആറാടിയിട്ടുള്ള ഈ ഭടന്മാരുടെ ഒരു ചരിത്രത്തെ രേഖപ്പെടുത്താത്ത രാത്രികളുണ്ട്. അവർ ഈ സ്ത്രീകളെ വേട്ടയാടി പിടിച്ച് ഉപയോഗിച്ചതിന് ശേഷമാണ് കൊണ്ട് ലേലം ചെയ്യുന്നത്. ഇതൊന്നും ഒരിടത്തും എഴുതിയിട്ടില്ലെന്ന് മാത്രമല്ല, എഴുതാൻ പലരും അറിയാമെങ്കിലും വേണ്ടെന്ന് വയ്ക്കുന്നു. രണ്ട്, ആ കാലഘട്ടത്തിൽ മറവപ്പട തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ വരുമായിരുന്നു. മറവപ്പട തമിഴ്നാട്ടിൽ നിന്ന് വരുമ്പോൾ അവരുടെ ആവശ്യങ്ങൾ പലതുണ്ടെങ്കിലും അവർക്ക് പണം, ആഹാരം എന്നൊക്കെ പറയുന്നു. അവസാനം രാജാവ് കൊടുക്കുന്ന രണ്ട് കാര്യങ്ങൾ, ഒന്ന് 2-3 ദിവസം കൊള്ളയടിക്കുന്നതിന് ഉള്ള അവകാശം കൊടുക്കും, ഇഷ്ടം പോലെ കൊള്ളയടിച്ചോളാൻ പറയും. രണ്ട്, അവരാവശ്യപ്പെടുന്ന വെളുത്ത സ്ത്രീകളെയാണ്. സ്ത്രീകളെ നിർബാധം കൊടുക്കുക. രാജാവിൻ്റെ ഒരു കൽപ്പന മതി, വരിയായി സ്ത്രീകൾ അവിടെ പോകുമായിരുന്നു. ഈ സ്ത്രീകളെ ഇങ്ങനെ നിരന്തരമായി ഉപയോഗിക്കുന്നതിനുള്ള ഒരു രീതി മാർത്താണ്ഡവർമ്മയാണ് വ്യാപകമാക്കിയത്. നമ്മളിപ്പോഴാണല്ലോ ഒരു രാജ്യം ഒരു ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ അടിയറവ് വെച്ച് ഇലക്ഷനെ നേരിടുന്നത്. മാർത്താണ്ഡവർമ്മ 300 വർഷത്തിന് മുമ്പ് രാജ്യം ശ്രീ പത്മനാഭന് സമർപ്പിക്കുകയും ഞാൻ പത്മനാഭദാസനാണെന്ന് പറഞ്ഞുകൊണ്ട് ഭരണം നടത്തുകയൊക്കെ ചെയ്തിരിക്കുന്ന അന്നാണ്. രണ്ട്, അദ്ദേഹം നടത്തിയ ഒരു ജാതി ഘടനയെ, തിരുവിതാംകൂറിൽ നമ്മൾ ഈ ജാത്യാഭിമാനം കൂടിയ മനുഷ്യർ ഒരുപാടുണ്ട്. ജാതി എന്ന് പറയുന്നതിനെ പൂർണ്ണമായിട്ട് ഉടച്ചു കളഞ്ഞ ഒരാളാണ് മാർത്താണ്ഡവർമ്മ. കാരണം ഈ മാടമ്പിമാരായ ഒപ്പം നിൽക്കുന്ന ഭടന്മാർ ചതിക്കുമെന്ന് പറഞ്ഞപ്പോൾ എട്ടുവെട്ടി പിള്ളമാരെ കൊന്നതിനോടൊപ്പം മൊത്തം മാടമ്പിമാരെയും തലയെറുത്ത് കൊന്നു. അതിനുശേഷം തിരുവിതാംകൂർ പടയിലേക്ക് എല്ലാ ജാതിയിലും പെട്ട, ഇപ്പോൾ മുക്കുവരുണ്ട്, ഈഴവരുണ്ട്, നാടാർ സമുദായത്തിലുള്ളവരുണ്ട്, പുലയരുണ്ട്, അങ്ങനെ അതുവരെ പൊതു പാതയിലൂടെ നടക്കാൻ പോലും അവകാശമില്ലാത്ത ഒരുപാട് മനുഷ്യരെ പടയാളികളാക്കുകയും നായർ പടയാളികളാക്കുകയും അവർക്ക് നായർ സ്ത്രീകളെ വിവാഹം കഴിക്കാനുള്ള അവകാശം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ വന്നപ്പോൾ ഒരുപാട് അത്തരത്തിൽ ആളുകൾ നായർ സ്ത്രീകളെ വിവാഹം കഴിച്ചു. അവിടെ കുട്ടികളുണ്ടായി. വീണ്ടും ഈ രേതസ്സിലൂടെ യുദ്ധം നടത്തിയ ആളാണ് മാർത്താണ്ഡവർമ്മ. ഒരു വംശത്തിനകത്തേക്ക് കടന്ന് അതിനകത്ത് ഇത്തരത്തിലുള്ള ഒരു പരിണാമം ഉണ്ടാക്കാമെന്ന് അദ്ദേഹം ആശയം ഉണ്ടാക്കുകയാണ്. അത്തരം ആശയം ഉണ്ടാക്കി. വംശഹത്യ എന്ന് പറയുന്നത് പുള്ളി പൂർണ്ണമായിട്ട് 300 വർഷത്തിന് മുമ്പ് നടക്കുക. അങ്ങനെ അത്തരത്തിലൊക്കെ ഉള്ള കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ എട്ടുവെട്ടി പിള്ളമാർ അന്ന് ഉന്നയിച്ച ഒറ്റ കാര്യം, ഈ ഭരണ സംവിധാനം എന്ന് പറയുന്നത് മരുമക്കത്തായത്തിൽ നിന്ന് മക്കത്തായത്തിലേക്ക് മാറണം. ഒരു സമൂഹം ഈ തന്തയില്ലാത്തവന്മാരുടെ സമൂഹമായി നിലനിൽക്കുകയാണ്. കാരണം അച്ഛനെ ചൂണ്ടിക്കാണിക്കാൻ ആളില്ല. ഒരുപാട് പേർക്ക് വന്നു പോയി സന്താന ഉൽപ്പാദനം നടത്താൻ പറ്റുന്ന സാമൂഹിക ക്രമം നമുക്കുണ്ടായിരുന്നു. അത് ഒരു സൊസൈറ്റി എന്നുള്ള നിലയിൽ അത് പലതരത്തിലുള്ള അപകടങ്ങളുണ്ടാക്കും. അതിൽ നിന്നും മാറി അച്ഛനധികാരം വരുന്നൊരു ഘടന, മക്കത്തായം എന്ന് പറയുന്നൊരു സംവിധാനം വേണമെന്ന് ആദ്യമായിട്ട് ഉന്നയിച്ചതിൻ്റെ പേരിൽ രക്തസാക്ഷികളായവരാണ് ഈ എട്ടുവെട്ടി പിള്ളമാർ. ആ തരത്തിലാണ് അവരെ നമ്മൾ സമീപിച്ചിരിക്കുന്നത്. അല്ലാതെ മാടമ്പിമാരെ ഗ്ലോറിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടല്ല, മറിച്ച് പോരാട്ടം നടത്തി തോറ്റുപോയി എങ്കിൽ പോലും അവർ ഉന്നയിച്ചിട്ടുള്ള ടേക്കപ്പ് ചെയ്തിട്ടുള്ള ഒരു കാര്യം സമൂഹത്തിൻ്റെ അതുവരെയുള്ള ഘടനയെ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു. അതാണ് ഈ എതിർവാ എന്ന് പറയുന്നത്. എതിർ സ്വരം തന്നെയാണ്. ഈ സംവിധാനത്തെ ചോദ്യം ചെയ്ത മനുഷ്യരുടെ കഥയാണ്. അപ്പോൾ സലീം സംസാരിച്ചിരിക്കുന്നത് ഈ പൊളിച്ചെഴുത്തുകളുടെ ഒരു കാലഘട്ടത്തിലാണ് മലയാള നോവൽ. അങ്ങനെയാണെങ്കിൽ ടീച്ചർ ഈ പുസ്തകത്തിൽ പ്രതിപാദിക്കപ്പെട്ട എഴുത്തുകാരികൾ ഈ ഒരു വിഷയത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത്? അത് ഞാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞു. ഒന്ന് ഈ പറഞ്ഞ ട്രാൻസ്ജെൻഡർ ജീവിതം വരുന്നു. മഹാഭാരതത്തെ സ്ത്രീകൾ എങ്ങനെ നോക്കിക്കാണുന്നു. ഇപ്പോൾ ആത്രേയം എന്ന നോവൽ, രാജശ്രീയുടെ നോവലിനെ പറ്റി പറഞ്ഞ പോലെ തന്നെ ഹിഡുംബി എന്ന് പറഞ്ഞ ഒരു നോവൽ വന്നിട്ടുണ്ട്. മിനി MB എന്ന് പറയുന്ന പുതിയ തലമുറയിൽപ്പെട്ട ഒരു എഴുത്തുകാരി എഴുതിയ നോവലാണ്. അതിൽ ഹിഡുംബിക്കൊരു മനുഷ്യ മുഖം കൊടുക്കുകയാണ്. ഹിഡുംബി എത്ര
ധൈര്യത്തോടെയാണ് ഇതിനെയൊക്കെ നേരിട്ടത് എന്ന്. അവൾ പിന്നീട് മിനിയുടെ ഹിഡിമ്പി പിന്നെ അന്വേഷിച്ച് പോകുന്നതേയില്ല, അക്കാര്യമേ ഇല്ല. അവളുടെ രീതിയിൽ എല്ലാ തരത്തിലുള്ള ആയുധ കലകളും അഭ്യസിപ്പിച്ച് ആ മകനെ വളർത്തുകയാണ്. അങ്ങനെ വളർത്തിക്കൊണ്ടുവരികയാണ് ഭയങ്കര തൻ്റെ അടുത്തോടുകൂടി. കാട്ടാളത്തി എന്ന് വിളിച്ചവരോട് ഞാൻ മനുഷ്യ സ്ത്രീയാണ് എന്ന് വിളിച്ചു പറയുകയാണ്. വ്യാസൻ പോലും അത്ഭുതത്തോടുകൂടി അവളുടെ മുൻപിൽ വന്ന് നിൽക്കുന്നതായി മിനി അവതരിപ്പിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഏകാകിത എന്ന് പറയുന്നത് സ്ത്രീകൾ എങ്ങനെയാണ് അനുഭവിക്കുന്നത് എന്ന് അവതരിപ്പിച്ച ഒരു നോവലുണ്ട് മലയാളത്തിൽ. ഈ അടുത്ത സമയത്ത് വന്ന നോവലാണ് ജിസ ജോസിൻ്റെ മുദ്രിത. അതിനകത്ത് 10 സ്ത്രീകൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. 10 സ്ത്രീകളും 10 തരത്തിലുള്ള ഏകാകിത അനുഭവിക്കുന്നവരാണ്. പിന്നെ മറ്റെന്ന് പറയുന്നത്, ഈ നമ്മൾ ഒരു രോഗം വന്നു കഴിയുമ്പോൾ എപ്രകാരമാണ് കുടുംബത്തിലൊരു സ്ത്രീ ഒറ്റപ്പെട്ടു പോകുന്നത്. അത് കേരളത്തിൻ്റെ അവസ്ഥയിലല്ല, കാനഡയിൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീ, കാനഡയിൽ വിദേശത്ത് ജോലി ചെയ്യുന്ന സ്ത്രീകൾ ശരിക്കും പണം ഉണ്ടാക്കുന്ന യന്ത്രങ്ങൾ മാത്രമാണ്. അവരുടെ പണത്തിൻ്റെ സ്രോതസ് ഇല്ലാതെയാകുന്നതോടുകൂടിയിട്ട് അവരെങ്ങനെ ഒറ്റപ്പെടുന്നു എന്ന് അനുഭവിപ്പിച്ചൊരു നോവലുണ്ടായിരുന്നു, മഞ്ഞിൽ ഒരുവൾ. അതിങ്ങനെ വായിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ദേഹം മുഴുവൻ ഇങ്ങനെ തണുത്തതുപോലെയാണ് എനിക്ക് തോന്നിയത്. മഞ്ഞ് എന്നെ ഇങ്ങനെ വന്ന് ഇടിച്ചതുപോലെയാണ് എനിക്ക് തോന്നി. അത്രയ്ക്ക്. എന്നിട്ട് ഞാൻ ആ എഴുത്തുകാരിക്ക് ഒരു കുറിപ്പ് അയച്ചു. അപ്പം ഞാൻ എഴുതി, എന്തായാലും നിർമ്മലെ, ഇത്രയൊന്നും ഞങ്ങളിവിടെ ഒറ്റപ്പെട്ടു പോവില്ല, വയ്യാണ്ടായാൽ ആരെങ്കിലുമൊക്കെ ഉണ്ടാവുന്നു. അപ്പം നിർമ്മല പറഞ്ഞു, അങ്ങനെ അല്ല മിനി, ഇവിടെ ഇങ്ങനെയാണ്, ഞാൻ കണ്ടതും അറിഞ്ഞതും തന്നെയാണ് എഴുതിയത് എന്ന് പറഞ്ഞു. വല്ലാത്ത വേദന തോന്നി കേട്ടോ. പിന്നെ ആ വേദന പൂർണ്ണമായത് എപ്പോഴാണെന്നറിയോ? ഞാൻ വിദേശത്ത് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ബാംഗ്ലൂർ എയർപോർട്ടിൽ, സത്യത്തിൽ വേദനയോടുകൂടി തന്നെയാണ് പറയുന്നത്, ബാംഗ്ലൂർ എയർപോർട്ടിൽ വിവാഹിതകൾ പോലും അല്ലാത്ത നേഴ്സുമാർ, ജർമ്മനിയിൽ നിന്ന് ഞങ്ങളുടെ ഒപ്പം വന്നവർ, അവർ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ, മദ്യത്തിൻ്റെ ഷോപ്പിൽ മദ്യം വാങ്ങാൻ ക്യൂ നിൽക്കുന്നത് കണ്ടപ്പോഴാണ് എനിക്ക് ആ വേദന പൂർണ്ണമായത്. അപ്പോൾ അവർ പറഞ്ഞൊരു വാചകമാണ്, നിങ്ങളൊന്നും വിശ്വസിക്കില്ല, പറഞ്ഞൊരു വാചകമുണ്ട്, ഇതില്ലാതെ വീട്ടിലോട്ട് ചെല്ലാൻ പറ്റില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ, അവിടെ പോയി പണിയെടുത്ത്, ചിലരെങ്കിലും വിവാഹിതരാണ്, അവന്മാർക്ക് ഒരു പണിയുമില്ല, പോറ്റി വളർത്തി, കുട്ടികളെ വളർത്തി, അതിൻ്റെ ഇടയിൽ ഒരു അസുഖം വരുമ്പോൾ, അത് നിർമ്മലയുടെ നോവലിൽ പറയുന്നുണ്ട്, ഒരു അരിമണി പോലെ കണ്ടയൊരു കുരു, അതുണ്ടാക്കിയ ജീവിതമില്ലായ്മ, അതാണ് മഞ്ഞിലൊരുവൾ. അപ്പോൾ എനിക്ക് തോന്നി അത് എഴുതണം, കാരണം അത്രയും ഏകാകിനിയായ ഒരു കഥാപാത്രം മലയാളത്തിൽ വേറെ ഉണ്ടാവില്ല എന്ന് തോന്നി. പിന്നെ അതുപോലെ തന്നെ ഇതിഹാസം, പിന്നെ രാമായണം ഒരു സ്ത്രീ മാറ്റി എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ് ബി സന്ധ്യ IPS. അവരുടെ ഈ ഇതിഹാസത്തെ പറ്റിയിട്ട് വന്ന ഒരു ഇതിഹാസത്തിൻ്റെ ഇതളുകൾ എന്ന് പറയുന്ന ഒരു നോവലുണ്ട്. പക്ഷെ അവിടെയും ഇതാണ്, സ്ത്രീകളാണ്. രാമൻ കാട്ടിൽ പോയി, സീത ഒപ്പം പോയി, രാമനെ കാണാൻ വേണ്ടിയിട്ട് ലക്ഷ്മണൻ കൂടെ പോയി, രാമനെ കാണാൻ വേണ്ടിയിട്ട് ഭരതനും പോയി, രാജ്യം ആകെ വെള്ളത്തിലായി. അപ്പോൾ ഈ 3 സ്ത്രീകൾ ചേർന്ന് രാജ്യം ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ കഥയാണത്. അവരുടെ മുന്നിൽ ഒരുപാട് പ്രതിസന്ധികളുണ്ട്, പക്ഷെ അവർക്കാവുന്നത് പോലെ ആ പ്രതിസന്ധികൾ മുഴുവൻ പരിഹരിക്കുന്നതിനെ പറ്റിയിട്ടാണ് അവിടെ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ നമ്മളെ വിവാഹം കഴിഞ്ഞ് മറ്റൊരു വീട്ടിലെത്തുന്നത് മരുമകൾ എപ്പോഴും പ്രവാസിയാണ്. മരുമകൾക്ക് അവിടെ ഒന്നുമില്ല, വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നു, മറ്റൊരു വീട്ടിൽ ചെന്ന് കയറുന്നു, മാറ്റാത്തിയാണ്, മാറ്റാൻ വിധിക്കപ്പെട്ടവളാണ്. എവിടെയും ഒരു അസ്തിത്വം ഇല്ല. നിൻ്റെ വീട് ഏതാണ് എന്ന് ചോദിച്ചാൽ ഇവിടെയും ഇല്ല, അവിടെയില്ല എന്ന് പറയുന്ന ഒരു സ്ഥലത്തിൽ ഈ നമ്മുടെ ഒരു നോവൽ, മലപ്പുറത്തിൻ്റെ മരുമകൾ എന്ന പേരിൽ ഷെമി എഴുതിയ ഒരു നോവലുണ്ട്. അതിനെപ്പറ്റിയുള്ള പഠനം ഇതിൽ ചേർത്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് സൽമാഷോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം ഇതാണ്, മലയാള സാഹിത്യത്തിൽ ഞാൻ ഇപ്പോൾ കാണുന്നൊരു പ്രവണത, പുതിയ ദേശങ്ങളുണ്ടാകുന്നു, പുതു നോവലുകൾ, പുതുദേശങ്ങൾ. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ മലയാള സാഹിത്യത്തിൽ? ഇപ്പോൾ ഞാനൊരു സ്ത്രീ എഴുതിയ ദേശം മാത്രം പരിചയപ്പെടുത്താം. വയനാട്ടിലെ കല്ലുവയൽ എന്ന് പറയുന്ന ഒരു പ്രദേശത്തെ പറ്റി വല്ലി എന്ന പേരിൽ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ അതിന് ഒരുപാട് അംഗീകാരങ്ങൾ വന്നു കഴിഞ്ഞു. ആ നോവലിന് JCB ഒക്കെ വന്നു കഴിഞ്ഞു. അപ്പോൾ ആ തരത്തിലുള്ള ഒരു നോവലാണ് വല്ലി. വയനാട്ടിലെ കല്ലുവയൽ എന്ന പ്രദേശത്ത് ഷീല ടോമി എഴുതിയ നോവലാണ് ഇത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഈ നോവലിൽ
ആദിവാസികൾ എഴുതിയ വയനാടിൻ്റെ, ആദിവാസികൾ പറഞ്ഞ് കൈമാറിയ വയനാടിൻ്റെ ചരിത്രമാണ്. നമ്മൾ കേട്ടിട്ടുള്ള ഒരു ചരിത്രവും അല്ലാതെ. അപ്പോൾ അങ്ങനെയുള്ള അറിവുകൾ, അതുപോലെ ഇത് കാട്ടൂർ കടവ്, അശോകൻ ചെരുവിലിൻ്റെ കാട്ടൂർ കടവ്, അതിലെന്നെ ഏറ്റവും ആകർഷിച്ച സംഭവം എന്താണെന്നറിയാമോ? നമുക്ക് ജീവിച്ച് മതിയായി കഴിഞ്ഞാൽ കാട്ടൂർ കടവിൽ ഒരു ചതുപ്പുണ്ട്. ആ ചതുപ്പിൽ പോയി ആത്മഹത്യ ചെയ്യാം. അങ്ങനെ ഒരു ചതുപ്പുള്ള സ്ഥലമാണ് കാട്ടൂർ കടവ്. പിന്നെ വെറുതെ ഇത് ഈ നോവലുകൾ, ഈ ദേശചരിത്രങ്ങളിലെല്ലാം രാഷ്ട്രീയം, സാമൂഹ്യം, സാമ്പത്തികം, ജീവിതം എല്ലാം പ്രതിപാദിക്കപ്പെടുന്നുണ്ട്. അത് ശ്രദ്ധിച്ചിട്ടില്ലേ പുതിയ നോവലുകൾ? ഈ ദേശചരിത്രം വരുന്ന രണ്ട് തരത്തിലുണ്ട്. ഒന്ന്, ഈ ഭാഷയിലൂടെ ദേശത്തെ അടയാളപ്പെടുത്തുന്ന നോവലുകൾ ആദ്യകാലം മുതൽ, ഇപ്പോൾ സി വിയുടെ കാലം മുതൽ തന്നെ ഉണ്ട്. സി വി കഴിഞ്ഞതിന് ശേഷമാണ് കുറച്ചുകൂടി സജീവമായി വൈക്കം ചന്ദ്രശേഖരൻ നായരുടെ നോവലിലുണ്ട്, ജി എൻ പണിക്കരുടെയും ജി വിവേകാനന്ദൻ്റെയും നോവലുകളിലുണ്ട്. പിന്നെ പി എ ഉത്തമൻ്റെ ചാവലി എന്ന് പറയുന്ന നോവൽ ഉൾപ്പെടെ ഒരുപാടുണ്ട്. അത് ഒന്ന്. രണ്ടാമത്, അത്തരത്തിൽ ഭാഷയിലൂടെ ദേശത്തെ അടയാളപ്പെടുത്തുന്ന നോവലുകളിൽ തന്നെ രണ്ട് വിഭാഗമുണ്ട്. ഇപ്പോൾ ചാവലി എന്ന് പറയുന്നത് കേരള സാഹിത്യ അക്കാദമി അവാർഡൊക്കെ അന്ന് കിട്ടിയ നോവലാണ്. ആ നോവലെന്ന് പറയുന്നത് ഈ ദേശവും ഭാഷയും എന്നത് രണ്ട് തലം കഴിഞ്ഞ് അതിൻ്റെ തൊട്ടടുത്തേക്ക് ഒരു ജാതി എന്ന് പറയുന്നത് എങ്ങനെയാണ് ഭാഷയിലൂടെ ഒരു നോവലിൽ അടയാളപ്പെടുത്തുന്നതെന്ന് ചാവലി മലയാളത്തിൽ ഒരുപക്ഷെ ആ തരത്തിൽ ജാതിയെ ഒരു ഭാഷയോട് കലർത്തി കഥാപാത്രമാക്കി മാറ്റുന്ന ഒരു പ്രക്രിയ അതിനകത്തുണ്ട്. അങ്ങനെ വരുന്നതിൻ്റെ ഒരു പ്രത്യേകത ചാവലി എന്നുണ്ട് നോവലിൽ കാണുന്നു. അതിനേക്കാൾ ഉപരി ആ നോവലിൻ്റെ നറേഷനും ഈ കുറവ ഭാഷയിൽ തന്നെയാണ് നിർവഹിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഭാഷയെ യഥാർത്ഥത്തിൽ അതൊരു പരീക്ഷണമാണ്. നമുക്ക് അടയാളപ്പെടുത്താൻ പറ്റുന്ന ഭാഷയെ നമുക്ക് നോവലിൽ അടയാളപ്പെടുത്തി വയ്ക്കാൻ പറ്റും. പക്ഷേ ഈ ആത്മാക്കളുടെ ഭവനം എന്ന് പറയുന്ന ആർ നന്ദകുമാറിൻ്റെ നോവലുണ്ട്. അതുപോലെ തന്നെ ബർഗ്മാൻ തോമസിൻ്റെ പുറംകടലും വിൻസെൻ്റ് ഡിക്രൂസിൻ്റെ കടൽക്കാക്ക, ഇത് രണ്ട് നോവലുകളെന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ കടപ്പുറം ഭാഷയാണ്. അവിടുത്തെ മനുഷ്യരുപയോഗിക്കുന്ന ഒരുപാട് ഭാഷ, പക്ഷേ പൊതുസമൂഹത്തിന് അറിഞ്ഞുകൂടാത്ത ഒരുപാട് വാക്കുകളെ കൂടി ശേഖരിച്ചു വയ്ക്കുന്ന, ഡോക്യുമെൻ്റ് ചെയ്ത് വയ്ക്കുന്ന പ്രക്രിയ കൂടി അത് ആ തരം നോവലുകൾ നിർവഹിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രവണത മലയാളത്തിലെ ആദ്യകാല നോവലുകൾ മുതൽ തന്നെ പ്രാദേശിക ഭാഷാ പ്രദേശം എന്നതിനോടൊപ്പം തന്നെ ജാതിയും ഭാഷയും തമ്മിലുള്ള ബന്ധത്തെ ഉൾപ്പെടെ അടയാളപ്പെടുത്തി വയ്ക്കുന്ന സംവിധാനമുണ്ട്. അതിനോടൊപ്പം ഈ സാഹിത്യത്തിൽ അടയാളപ്പെടുത്തി വയ്ക്കാൻ പറ്റാത്ത, എന്നാൽ നമുക്കത് അടയാളപ്പെടുത്തി വയ്ക്കേണ്ടതായ ഒന്നാണ് ഭാഷയുടെ ഈണം. ഇപ്പോൾ തിരുവിതാംകൂർ ഭാഷയിൽ ഒരുപാടിടത്ത് ഓരോയിടത്ത് ആ ഈണം വ്യത്യസ്തമാണ്. നെയ്യാറ്റിൻകരയും നെടുമങ്ങാടുമുള്ള ഈണം തികച്ചും വിഭിന്നമാണ്. അപ്പോൾ ഈ ഈണത്തെ നമുക്ക് അടയാളപ്പെടുത്താൻ പറ്റില്ല. പക്ഷേ ഈ ജാതിയും വാക്കുകളും നിരവധിയായിട്ട് പഠനങ്ങളൊക്കെ വന്നിട്ടുള്ളത് കൊണ്ട് ഓരോ ജാതിക്കും ഓരോ വാക്കുണ്ട്, കൃത്യമായി വാക്കുണ്ട്. ഒരു പ്രദേശത്തിന് ആ പ്രദേശത്തിൻ്റെ ജീവിത പശ്ചാത്തലങ്ങളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വാക്കുകളുണ്ട്. ഇതൊക്കെ നമ്മുടെ എഴുത്തുകാർ ആദ്യകാലം മുതൽ തന്നെ ശ്രദ്ധയോടുകൂടി ഫിക്ഷനകത്ത് ഉൾപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പുതിയ കാലത്തിലും ഇപ്പോൾ ടീച്ചർ വന്ന ആ കൂട്ടത്തിൽ മരണവംശം, പി വി ഷാജികുമാറിൻ്റെ മരണവംശം, ഇരു എന്ന് പറയുന്നത് ശ്രദ്ധേയമായ പുതിയ കാലഘട്ടത്തിലെ വി ശിനിലാലിൻ്റെ നോവൽ. ഈ നോവലുകളെല്ലാം തന്നെ ഇപ്പോൾ കാസർഗോഡ് ഭാഷയാണ് മരണവംശം അടയാളപ്പെടുത്തി വയ്ക്കുന്നതെങ്കിൽ ഇരു ഈ ഭാഷ, തിരുവിതാംകൂർ ഭാഷ അടയാളപ്പെടുത്തി വയ്ക്കുന്നു. അത് വേടർ സമുദായം തുടങ്ങിയവരുടെ ഭാഷ അടയാളപ്പെടുത്തി വയ്ക്കുന്നതിനോടൊപ്പം കേവലമായ വാക്കുകളുടെ അടയാളപ്പെടുത്തലല്ല, അതിനപ്പുറത്തുള്ള ഒരു സാംസ്കാരിക ആലേഖനം എന്ന് പറയുന്ന പ്രക്രിയ ഇത്തരം നോവലുകൾ യഥാർത്ഥത്തിൽ ഇത് ഈ ചരിത്രകാരന്മാരും ഭാഷാ പണ്ഡിതരും ഭാഷാ ചരിത്രകാരന്മാരും ഒക്കെ നിർവഹിക്കേണ്ടത്, അർത്ഥവത്തായി നിർവഹിക്കുന്നത് മലയാളത്തിലെ പുതിയ കാല നോവലിസ്റ്റുകൾ ആ കാര്യത്തിൽ വളരെ ശ്രദ്ധേയമാണ്. ആ ലേഖകന്മാർ അടയാളപ്പെടുത്തി വയ്ക്കുന്നതിനേക്കാളുമുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ഫിക്ഷൻ അതിനകത്തൊരു കഥയും ഒരുപാട് വൈകാരിക മുഹൂർത്തങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് ഒരാൾ വായനയിലൂടെ ഒഴുകി സഞ്ചരിക്കുമ്പോൾ അറിയാതെ ഇത്തരം വാക്കുകളെ കൂടി പഠിക്കാനും ഓർക്കാനും പിന്നീട് കേട്ടാൽ തിരിച്ചറിയാനൊക്കെ പറ്റും. ഇപ്പോൾ മുക്കണി എന്ന് പറഞ്ഞൊരു നോവലുണ്ട് മലയാളത്തിൽ. മുക്കണി, അത് ഡി രാജൻ എന്ന് പറയുന്ന ഒരാൾ എഴുതി. മുക്കണി എന്ന് പറഞ്ഞാൽ ഞാൻ നെടുമങ്ങാട് ഭാഗത്തുള്ളതുകൊണ്ട് നമ്മുടെ അവിടെ പറയുന്നത് വേ എന്നാണ്. വേ എന്നുള്ള ഈ മലയാള ഭാഷയിൽ ഈ ഒറ്റ വാക്കിൽ വരുന്ന വാക്കുകൾ തീരെ കുറവാണ്.
ഒറ്റ അക്ഷരത്തിൽ ഞാൻ പറയുന്നത് ശരിയാണോ എന്ന് അറിയാൻ വയ്യ, സിദ്ദിഖ് സാർ പുറകിലിരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒറ്റ അക്ഷരത്തിലുള്ള വാക്കുകൾ മലയാളത്തിൽ വളരെ കുറവാണ്. ആ കൂട്ടത്തിൽ ഈ വേ എന്ന് പറയുന്ന വാക്ക്, വേ എന്ന് വെച്ചാൽ ഈറയ്ക്ക് നമ്മൾ പറയുന്നതാണ്. അപ്പോൾ ആ വാക്ക് തന്നെയാണ് മുക്കണി എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം അത് ഈ പിന്നെ ഈറ കൊണ്ട് കുട്ടയും വട്ടിയും നെയ്യുന്ന സമുദായത്തിൻ്റെ കഥ പറയുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നതാണത്. അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധി നോവലുകൾ മലയാളത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അതിലെല്ലാ നോവലുകളും നോവൽ സ്വരൂപമെന്നുള്ള നിലയിൽ ചിലപ്പോൾ അതിൻ്റെ ഘടന, ഭാഷ, അവതരണം, പ്രമേയ സ്വീകരണം എന്നതിലൊക്കെ മികച്ചു നിൽക്കണമെന്നില്ല. പക്ഷേ മികച്ചു നിന്നില്ലെങ്കിൽ പോലും ഇവയ്ക്കെല്ലാം ഒരു ചരിത്ര പ്രസക്തിയുള്ളത് ഇത്തരത്തിലുള്ള അടയാളപ്പെടുത്തലുകളാണ്. ആ അടയാളപ്പെടുത്തൽ CV-യിൽ നിന്ന് ആരംഭിച്ച അടയാളപ്പെടുത്തൽ ഇന്നിപ്പോൾ മരണവംശവും ഇരുവും പോലുള്ള നോവലുകളിൽ എത്തി തുടരുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഫിക്ഷൻ റൈറ്റേഴ്സാണ് യഥാർത്ഥത്തിൽ സാമൂഹിക ജീവിത ചരിത്ര ആലേഖനത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധയോടുകൂടി വർത്തിക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോഴും. അതുകൊണ്ട് തന്നെയായിരിക്കാം KP അപ്പൻ മാഷ് തൻ്റെ ഒരു നിരൂപണ പുസ്തകത്തിന് മാറുന്ന മലയാള നോവൽ എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ മാറ്റത്തെക്കുറിച്ചുള്ള ഈ തുടർ ചർച്ചകളായി പോകേണ്ട വലിയ വിപുലമായൊരു വിഷയമാണ്. ഇതിനെ ക്രോഡീകരിച്ച് നമ്മുടെ എഴുത്തുകാരി ഏകാകിനുടെ വഴിത്താരകൾ എന്ന പുസ്തകം എഴുതിയ ഡോക്ടർ മിനി പ്രസാദ് നമ്മുടെ സത്യത്തിൽ ഈ നോവലുകളുടെ ബാഹുല്യം കാണുമ്പോൾ എനിക്ക് കുറച്ച് വിഷമം വരാറുണ്ട്. കാരണം ചെറുകഥ സമാഹാരങ്ങളുടെ എണ്ണം മലയാളത്തിൽ തുലവും കുറവാണ്, ഒരു വർഷമായിട്ട് വളരെ കുറവാണ്. പക്ഷേ എങ്കിൽ പോലും നോവൽ പുതിയ വഴികളിലേക്ക് കടന്നു പോകുന്നത് കാണുമ്പോൾ അത് സന്തോഷവുമാണ്. ഈ തരത്തിലുള്ള ആരും കാണാത്ത സ്ഥലങ്ങളുണ്ടാവുന്നു. ഇപ്പോൾ മുക്താർ കുന്നിലെ മുസല്ലകൾ എന്ന പേരിൽ കോഴിക്കോട് നിന്നൊരു നോവൽ വന്നു. അത് മുക്താർ കുന്ന് എന്ന് പറയുന്ന ഒരു പ്രദേശം പോലും ഇപ്പോൾ ഇല്ല. അങ്ങനെ ഒരു പ്രദേശം കുന്നൊക്കെ ഇടിച്ചു കളഞ്ഞു. പക്ഷേ സാമൂതിരിയുടെയും ടിപ്പുവിൻ്റെയും പട തമ്മിൽ ഏറ്റുമുട്ടുകയും ആ ടിപ്പുവിൻ്റെ പട അവിടെ ഒരു സ്ഥലത്ത് കുടുങ്ങിപ്പോവുകയും ചെയ്ത ഒരു ചെറിയ കോട്ടയുടെ അവശിഷ്ടങ്ങൾ കോഴിക്കോട് കിടപ്പുണ്ട്. അതിനെ അധികരിച്ചുകൊണ്ടാണ് ഇയാളിത് എഴുതുന്നത്. പക്ഷെ അതിങ്ങനെ വന്ന് ഇപ്പോൾ കോഴിക്കോടൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സാമൂഹ്യമായ നമ്മളെ പേടിപ്പെടുത്തുന്ന കുറേയധികം ജാതീയമായ വേർതിരിവുകളെ പറ്റിയുള്ള സൂചനകളൊക്കെ കൊടുത്തുകൊണ്ട് നന്നായി വായിക്കപ്പെടേണ്ടിയിരുന്ന ഒരു നോവലാണ്. പക്ഷേ എന്തുകൊണ്ടോ അത് നന്നായി വായിക്കപ്പെട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ UK കുമാരൻ്റെ തക്ഷൻ കുന്ന് സ്വരൂപം എന്ന് പറയുന്ന നോവൽ S1000, അതങ്ങനെയല്ല കേട്ടോ, ഞാൻ ഉച്ചരിച്ചാൽ ശരിയാവില്ല, ഞാൻ S കഴിഞ്ഞ് നിർത്തിയേ പറയൂ, അങ്ങനെയല്ല പറയേണ്ടതെന്നാണ്. ആ ഒരു നോവൽ വായിക്കുമ്പോഴാണ് കോഴിക്കോടെ കോയാമാരുടെ ജീവിതം എന്താണെന്ന് ഞാൻ അറിയുന്നത്. കേരളത്തിൻ്റെ സാമൂഹ്യ ഘടനയിൽ ഇന്ന് ബാക്കി എവിടെയും ഇല്ലാത്ത ജീവിതം നയിക്കുന്നവരാണ് കോഴിക്കോട്ടെ കോയാമാർ. ആ ജീവിതം എന്താണ് എന്ന് തിരിച്ചറിയുന്നതും അങ്ങനെ ഒരുപാട് വാക്കുകൾ S1000 നമ്മുടെ 900 പക്ഷേ S1000 എന്ന വാക്ക് അതിലൂടെയാണ് പഠിച്ചത്. സാറ് പറഞ്ഞത് തന്നെ ഭാഷ കൊണ്ട് സംസ്കാരത്തെ, ചരിത്രത്തെ അടയാളപ്പെടുത്തി വെക്കുന്നു. അതിലേറെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ജീവിതം മലയാള സാഹിത്യത്തിലേക്ക് കടന്നു വരുന്നു. പിന്നെ ഷാജികുമാറിൻ്റെ നോവലായാലും അവിടുന്ന് വന്ന അഖിലിൻ്റെയോ ഒക്കെ നോവലായാലും കാസർഗോഡൻ പക അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ മണക്കുന്നതാണ് എനിക്ക് അനുഭവപ്പെടാറുള്ളത്. ഭയങ്കരമായ പക സൂക്ഷിക്കുന്ന മനുഷ്യർ, അത് ആ തരത്തിൽ. പിന്നെ ഇപ്പോൾ അഖിലിൻ്റെ പുതിയ നോവൽ വന്നിട്ടുണ്ട് മുത്തപ്പൻ്റെ ഒരു ദളിത് പരിവേഷത്തിൽ കാണാനുള്ള ഒരു വലിയ ശ്രമമായിരുന്നു അത്. അപ്പോൾ ആ തരത്തിൽ മലയാള നോവൽ അങ്ങനെ വലിയ വളർച്ചയുടെ പാതയിലാണ് എന്ന് പറയുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. വളരുന്നതിനോടൊപ്പം അത് വായിക്കപ്പെടട്ടെ എന്നുകൂടിയാണ് ആഗ്രഹിക്കുന്നത് നല്ല വായന. ആ കൂട്ടത്തിൽ എഴുത്തുകാരികൾ വഹിക്കുന്ന പങ്കും അതും എടുത്തു പറയേണ്ടതുണ്ട്. ഒരുപാട് എഴുത്തുകാരികൾ പറയുന്നു. ഇപ്പം നിമ്ന വിജയ് എന്ന് പറയുന്ന പുതിയ കുട്ടി എഴുതുന്ന നോവൽ, ആ നോവലിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് അതിനെ കുറ്റം പറയാം, പക്ഷേ ആ നോവൽ പകർന്നു തന്നൊരു സന്ദേശമുണ്ട്. 20, 25, 22 വയസ്സിൽ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ കോർപ്പറേറ്റ് മാനേജിൽ കമ്പ്യൂട്ടർ എക്സ്പേർട്ടായി ജോലി കിട്ടുന്ന ഒരു കുട്ടി തൻ്റെ വീട്ടിൽ നിന്ന് നേരിടുന്ന ചൂഷണം, സാമ്പത്തികമായും വൈകാരികവുമായ ചൂഷണം എത്രയാണ് എന്ന് പറയുകയാണ് നിമ്ന വിജയൻ്റെ നോവൽ നമ്മളുടെ മുൻപിൽ അവതരിപ്പിച്ചത്. ഒരാളെ കൂടി പരാമർശിക്കേണ്ടി വരും, അത് ഹരിത സാവിത്രിയാണ്. അവർ കേരളത്തിനോ ഇന്ത്യക്കോ വ്യത്യസ്തമായി പുറം ലോകങ്ങളിൽ ജീവിച്ചിരുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ ഉണ്ടാകുന്ന വംശീയമായ
പരാധീനതകൾ അല്ലെങ്കിൽ ഏറ്റുമുട്ടലുകൾ, അതൊക്കെ ഇരകളായി പോകുന്ന പാവം മനുഷ്യർ, അവരുടെ ജീവിതമാണ് ഹരിത പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് സമ്പന്നമായ ഒരു അവസ്ഥയിലൂടെയാണ് മലയാള സാഹിത്യത്തിൽ നോവലുകൾ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഏകാകിനികളുടെ വഴിത്താരകൾ എന്ന പുസ്തകത്തിന് പേരിട്ടു. അത് കഥാപാത്രങ്ങളും ഏകാകികളാണ്, എഴുത്തുകാരും ഏകാകിനികളാണ് എന്നതുകൊണ്ടാണ്. വിപുലമായൊരു വിഷയമാണ് നമ്മളിവിടെ ചർച്ച ചെയ്തത്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഈ ചർച്ചയിൽ പങ്കെടുത്ത സലിൻ മാങ്കുഴി, ഡോക്ടർ മിനി പ്രസാദ്, രണ്ടുപേർക്കും ഫിംഗർ ബുക്സിൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം ഈ ചർച്ചയിലെ പങ്കാളികളായ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഫിംഗർ ബുക്സിൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു.